ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നിരീക്ഷണം സാമ്പത്തിക സംവരണത്തെക്കുറിച്ചാണ്. എന്താണ് സാമ്പത്തിക സംവരണം? ഇത് ഇന്ത്യയിൽ ഇന്ന് നമുക്കത് നടപ്പിലാക്കാൻ കഴിയുമോ? അതല്ല, ഇനി നടപ്പിലാക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം, നടപ്പിലാക്കാതിരുന്ന എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് സ്വയം നമ്മോട് ചോദിക്കാം. നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ടെങ്കിലും ഇനി അത് ചിലപ്പോൾ വിഘടിച്ച് വീണ്ടും സ്റ്റേറ്റിൻ്റെ എണ്ണം കൂടാം. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റിനാണ് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ 25 എന്ന് പറഞ്ഞിരുന്നു, ആദ്യം 19 ആയിരുന്നു, 25 ഇപ്പോൾ 30 എത്തിയിട്ടുണ്ട്. അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കേന്ദ്രം നേരിട്ട് റൂൾ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന വെച്ചാൽ പൊളിറ്റിക്സിൻ്റെ ഒരു കളികളാണ് മൊത്തത്തിൽ നടക്കുന്നത്. പിന്നെ ഈ ജാതിയും മതവും വെച്ചിട്ടുള്ള ഇപ്പോഴും സംവരണം കൊടുത്തിട്ടുള്ള സിസ്റ്റം നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നില്ല അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് വരുന്ന ഈ ജനറേഷൻ ഒരിക്കലും ജാതിയോ മതമോ അങ്ങനെ അവർ കണക്ക് കൂട്ടുന്നില്ല. ഇന്നത്തെ ജനറേഷൻ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക, അവരെ ഹാപ്പിയായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, നല്ല എഡ്യൂക്കേഷൻ ചെയ്യുക, അങ്ങനെയുള്ള സിസ്റ്റമാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സാധനമായിട്ട് അവർ കൊണ്ടു നടക്കുന്നില്ല. അവർക്ക് ഏത് നിമിഷവും ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ അവരവിടെ ഹാപ്പിയാണ്, അവർ പുറത്ത് പോയാൽ ഹാപ്പിയാണ്, അവർ ഫ്രണ്ട്സിനോട് പോയാൽ ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു ജനറേഷനാണ്. പണ്ടത്തെ പോലെ ഒരു സിസ്റ്റം നമ്മൾ എല്ലാവരെയും കൊണ്ട് നടക്കുക, എല്ലാവർക്കും സൗജന്യം കൊടുക്കുക എന്നുള്ള സിസ്റ്റത്തിൽ ഇന്നത്തെ ജനറേഷൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടാവാം. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് സംവരണം ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്, സംവരണം ആവശ്യമില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ ജാതി വെച്ച് ഹിന്ദുക്കൾക്കെതിരെ, ക്രിസ്ത്യൻസിനെതിരെ, മുസ്ലിംസിനെതിരെ, ജൈനെതിരെ, ബുദ്ധനെതിരെ, ഇപ്പോൾ നസീരിയൻ ക്രിസ്ത്യാനിക്കെതിരെ, റോമൻ കത്തോലിക്കെതിരെ, ദളിത് ക്രിസ്ത്യാനിക്കെതിരെ, ദളിത് മുസ്ലിംസിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഈ സംവരണം കൊടുത്ത് കൊണ്ടുപോകുന്നൊരു സിസ്റ്റം നമുക്ക് ആവശ്യമുണ്ടോ? നമ്മൾ ഓരോ ഇന്ത്യക്കാരും 142 കോടി ജനങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനമാണ്. നമ്മളിങ്ങനെ സർക്കാരിന് കിട്ടുന്നൊരു ഫണ്ട് നമ്മളിങ്ങനെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുന്ന സിസ്റ്റമാണോ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത്? അതല്ല, നമുക്കൊരു സാമ്പത്തിക സംവരണം, അതായത് സാമ്പത്തിക അച്ചടക്കം നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായാലും അതിനെപ്പറ്റി തിങ്ക് ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും വേണം. കാരണം ഇന്ന് വരുന്ന ജനറേഷന് ഈ ഒരു മതത്തിൻ്റെ പേരിൽ എപ്പോഴും ഒരു ഡിവൈഡ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടി. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതല്ല, ഇപ്പോൾ ഫ്രീ ആയിട്ട് സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലാവട്ടെ, ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഫ്രീ ഇൻഷുറൻസ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. അതുപോലെ അസന്നായ ആൾക്കാർക്ക്, വയ്യാത്ത ആൾക്കാർക്ക് സഹായങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാണ് ഈ ഒരു മതം വെച്ചിട്ടുള്ളൊരു കാസ്റ്റ് ഡിവിഷൻ ഈ ഒരു സാമ്പത്തികമായി ഏർപ്പെടുത്തുന്നത്? വിദ്യാഭ്യാസത്തിലായാലും എല്ലാത്തിലും. അതിപ്പം ക്യാഷ് ഇല്ലാത്തവർ എന്ന രീതിയിൽ ഒരു ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ഇന്ത്യ ഒരു രാജ്യം ഡെവലപ്പ് ആണെങ്കിൽ അതിൽ ക്യാഷുള്ള ആൾക്കാർക്ക് അവരുടെ കാര്യം നോക്കാനാണ്. അത് ഏത് ജാതി മതത്തിലായാലും അവരവരുടെ കാര്യം നോക്കി പൊക്കോളും. അവർ ഗവൺമെൻറ് സഹായങ്ങൾ ആവശ്യമില്ല. അവർക്ക് ഗവൺമെൻറ് സഹായം ആവശ്യം വരുന്നത് അവർക്ക് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ, അല്ലെങ്കിൽ അതിന് ഡെവലപ്പായിക്കൊണ്ട് പോകാനോ, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ ശരിയാക്കാനോ വേണ്ടിയിട്ടായിരിക്കും ഇതിൻ്റെ ആവശ്യം വരിക. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഴിമതി കാണിക്കാനല്ല, നോർമൽ കാര്യങ്ങൾ, രാജ്യത്തിന് ഡെവലപ്പ് ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ സാധാരണക്കാരായ ആൾക്കാർ, അത് എല്ലാ മതത്തിലും ഉണ്ട്. സാധാരണക്കാരായ ആൾക്കാർ ഇന്ന മതത്തിൽ മാത്രം ജനിച്ചതുകൊണ്ട് അവൻ പാവപ്പെട്ടവനാവുന്നുള്ള സിസ്റ്റമാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. മുസ്ലിമായി ജനിക്കുന്ന ഒരാൾ ഭാഗ്യവാനാണ്, കാരണം അവൻ OBC സംവരണം കിട്ടും. ക്രിസ്ത്യാനിയെ ജനിച്ച ഒരാൾ ന്യൂനപക്ഷ സംവരണം കിട്ടും. ഹിന്ദുവായി ജനിക്കുന്ന മുന്നോക്ക ജാതിയാണെങ്കിൽ അവൻ്റെ കാര്യം പോയി. അത് ഇപ്പം പോപ്പുലേഷൻ ഇന്ത്യയിൽ നോക്കിയാൽ മുന്നോക്ക ജാതിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? പോപ്പുലേഷൻ പറയുന്നില്ല. പിന്നോക്ക ജാതിയുണ്ട്, മുന്നോക്ക ജാതിയുണ്ട്, ഇടജാതി, പിന്നെ SC ST, പിന്നെ ദളിത്, ഇങ്ങനെ കിടക്കുകയാണ് കുറേ ജാതിക്കാർ. അപ്പം ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിൽ ശരിക്കും സാമ്പത്തിക സംവരണം വരേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഗ്യാസിൻ്റെ സബ്സിഡി എടുത്ത് കളഞ്ഞു. അത് പണക്കാരായ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ സബ്സിഡി എടുത്ത് കളയൂ, നിങ്ങൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് ഗ്യാസ് സബ്സിഡി വേണ്ട എന്ന് പറഞ്ഞ് ഗ്യാസ് സബ്സിഡി എടുത്ത് കളഞ്ഞു എന്ന് പറയുന്ന പോലെ ഈ മതത്തിൻ്റെ പേരിൽ സബ്സിഡി എടുത്ത് കളയാൻ ജനങ്ങൾ തയ്യാറാവണം. സ്വയം അവർ തയ്യാറാവണം. എനിക്കിനി ഈ സബ്സിഡി ആവശ്യം, ഞാൻ ഈ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നില്ല, എനിക്ക് ഇന്ത്യയാണ് എൻ്റെ വലുത്, ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ജീവിക്കുന്നു, എൻ്റെ മതം, എൻ്റെ വിശ്വാസം, അത് എൻ്റെ പേഴ്സണൽ കാര്യം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് കോമൺ ഒരു 142 കോടി ജനങ്ങളുടെ സ്വത്താണ്. അപ്പോൾ ആ 142 കോടി ജനങ്ങളും ഇനി ജനിക്കാനിരിക്കുന്ന ജനങ്ങളുടെയും കൂടെ സ്വത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ന് ജനിച്ച എല്ലാ ആൾക്കാരും ഇവിടെ ലൈഫ് ടൈം, ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാം തിരിച്ചു പോകണ്ടേ? 1000 വർഷമൊന്നും അവർ ജീവിക്കുന്നില്ലല്ലോ. ഒരു 60, 70, 80 ഇയേഴ്സൊക്കെയാണ് മനുഷ്യൻ്റെ ആയുസ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഇനി വരുന്ന ജനറേഷനും കൂടി നമുക്ക് സ്വത്ത് സേവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറേ മതം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും, ഓൾ ഇന്ത്യയിലും
പാവപ്പെട്ടവൻ ആരാണോ, അതിപ്പോൾ SC ഉള്ള ആക്കട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, പിന്നെ സിഖുകാരനായിക്കോട്ടെ, ആരായാലും അവനെ സഹായിക്കുക. ഇപ്പോൾ നമ്മൾ ഈയിടെ ഒരു വാർത്ത കണ്ടു, സുപ്രീം കോടതി ജഡ്ജി SC കാരനാണ്, പുള്ളിക്ക് ഇനി സംവരണം ആവശ്യമില്ലെന്ന് പുള്ളി പറഞ്ഞു. നല്ലൊരു മൂവ്മെൻറ്റാണ് പുള്ളി മുന്നോട്ട് വെച്ചേ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ആൾക്കാർക്ക്. SC ആയി പുള്ളി സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ഒരു സംവരണം വേണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവൻ്റെ സാമ്പത്തിക അടിമത്തത്തിൽ നിന്നും അവന് ബുദ്ധിമുട്ടും കഷ്ടപ്പാടിൽ നിന്നും നല്ല എഡ്യൂക്കേഷൻ കിട്ടി അവൻ പുറത്ത് വന്ന് അവൻ ജോലി ചെയ്ത് ജീവിച്ച് അവൻ്റെ സ്വന്തം കാര്യം നോക്കി അതിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന, ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യനെത്തി അവൻ്റെ ടാക്സ് അടയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണതയിലെത്തുന്നത്. അല്ലാതെ നമ്മൾ ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നവരെ സംവരണം കൊടുത്തിരിക്കുന്ന പരിപാടി നമ്മളെടുത്ത് കളയണം. സിസ്റ്റം ഇനി ആവശ്യമില്ലത്. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല ഹെൽത്ത് കൊടുക്കുക. എഡ്യൂക്കേഷനും ഹെൽത്തും ഇത് രണ്ടും കൊടുക്കാൻ ഒരു സംസ്കാരം പറ്റുവാണെങ്കിൽ ഒരു വീടും, അല്ലെങ്കിൽ വീട് കൊടുത്തില്ലും കുഴപ്പമില്ല, അവന് പഠിക്കാൻ കൊടുത്താൽ വീട് വെച്ചോളും. നല്ല എഡ്യൂക്കേഷൻ, നല്ല ഹെൽത്തും, അത് ഫ്രീ എഡ്യൂക്കേഷൻ അറ്റ്ലീസ്റ്റ് 12th വരെയെങ്കിലും ഒരു ഹെൽത്ത് ഒരു നിശ്ചിത എമൗണ്ട് വരെ 1 ലക്ഷം രൂപ വരെയെങ്കിലും ഫ്രീ ആയിട്ട് സർക്കാരുകൾ കൊടുക്കാൻ പറ്റിയാൽ സാധാരണക്കാരന് ജീവിച്ചു പോകാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാരണം ഇന്ത്യ ഇനി എന്നും ഈ ജാതി മതവും പറഞ്ഞ് അതിൻ്റെ പേരിൽ അടിപിടി ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ എന്നും ഇലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് എന്താണ്, അവിടെ മുസ്ലിം ഹിന്ദുക്കളെ പിടിക്കും, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിമിനെ പിടിക്കും, ജാവർഗീയകാലം അവിടെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി, നിങ്ങൾ അവിടെ നോക്കൂ എന്താ സംഭവിക്കും, ഇവിടെ നോക്കൂ, ഹിന്ദുക്കൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിയാണ്, കൊങ്ങിയാണ്, സംഖ്യയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഒരു സിസ്റ്റം. അതായത് ഈ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ജാഥ നടത്തും. ഇതിൽ സംസാരിക്കുന്ന മൊത്തം വർഗീയതാണ്, എല്ലാം ജാതീയമായ കാര്യങ്ങൾ. ഒരു ഡെവലപ്മെൻറ്റ് ആരും സംസാരിക്കുന്നില്ല. ഡെവലപ്മെൻറ്റ് ആരും സംസാരിക്കാൻ തയ്യാറായ പോലും അവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന പോലും ഇത് പറഞ്ഞ എന്താണ്, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇയാൾ ഇങ്ങനെ ആ മതത്തെ പറ്റി പറഞ്ഞല്ലോ, ഇയാൾ മറ്റേ കുറ്റം എന്താണ്, ഇങ്ങനെ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ അതല്ല നമുക്ക് വേണ്ട. ഇന്ത്യ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ എല്ലാ ജനങ്ങളിലും ഒരു സാമ്പത്തിക അച്ചടക്കം വരണം, എല്ലാവർക്കും അവർ ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് കിട്ടണം, എല്ലാവരും തുല്യരാവണം. ഈ തുല്യരാവാതെ ജാതി മതം വെച്ച് വലിയ കൺവേർഷൻ വരും. ഈ കൺവേർഷനാണ് ആൾക്കാരെ, അതായത് ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ കൂടുതൽ കൺവേർഷൻ കിട്ടും. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷമായത്, എത്ര സ്റ്റേറ്റുണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷമായത്? ഇതൊന്നും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. പക്ഷേ പണ്ടത്തെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത്. പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും കാലം മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 5-10 years അല്ലെങ്കിൽ 15 years അല്ലെങ്കിൽ 25 yearsനുള്ളിൽ എന്തായാലും ഒരു സാമ്പത്തിക സംവരണം ഇന്ത്യയിൽ നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കൺവേർഷനായി വെച്ചാൽ ഒരു മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് മാറിയാൽ എനിക്ക് ആനുകൂല്യം കിട്ടും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോയാൽ ആൾക്കാർ കൺവേർഷൻ ആയിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പേരിൽ സർക്കാർ സംവരണം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യൻ കഷ്ടപ്പെടുന്നവർക്കല്ലേ സംവരണം കൊടുക്കണ്ടേ, അല്ല ദൈവത്തിൻ്റെ പേരിലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സ്വയം തിങ്ക് ചെയ്യുക. എനിക്ക് സർക്കാരിൻ്റെ സഹായം വേണോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വത്ത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കുള്ള സ്വത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുടുംബ സ്വത്തുണ്ട്, എനിക്കത് ഉണ്ട്, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം വേണ്ട, ആ ആനുകൂല്യം ഒരു സാധാരണക്കാരന് കിട്ടിക്കോട്ടെ, അത് ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ടാവണം. ഗ്യാസിന് സബ്സിഡി എടുത്ത് കളഞ്ഞ് എനിക്ക് സബ്സിഡി വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പോലെ ഇതിന് മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് സർക്കാരുകൾ മുന്നോട്ട് വരണം, അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കണം, ആൾക്കാരെ മനസ്സിലാക്കണം. അതാണ് എൻ്റെ ഒരു ഞാൻ തിങ്ക് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം. കാരണം നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്താൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അതിൽ ജാതി മതം ഒന്നുമില്ല, കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്ര പേരുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനകത്ത് ജനങ്ങളിലേക്കൊരു ആശയം എത്തിയാൽ മാത്രമേ അവർക്കത് മാറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് കിട്ടട്ടെ. നന്ദി, നമസ്കാരം.